ഗ്രൗണ്ടിൽ ഒരു നിശ്ചിത വേഗതയിൽ ചലിക്കുന്ന വസ്തു സാവധാനം റെസ്റ്റിലേക്ക് വരുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഇത് കാരണത്താൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കൾക്ക് തനിയെ റെസ്റ്റിലേക്ക് വരാനുള്ള ഒരു പ്രവണത ഉണ്ട് എന്നായിരുന്നു ആളുകൾ ആദ്യം വിചാരിച്ചിരുന്നത്. അതിനാൽ ഒരു വസ്തുവിനെ അതിന്റെ ചലനാവസ്ഥയിൽ തന്നെ നിലനിർത്തണമെങ്കിൽ ആ വസ്തുവിൽ നമ്മൾ ഒരു ഫോഴ്സ് പ്രയോഗിക്കണം. എന്നാൽ ഇതിന് വിപരീതമായി ഐസക് ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ പറയുന്നത് ഇങ്ങനെയാണ്. അതായത് പുറമേ നിന്ന് ഒരു ബലം പ്രയോഗിക്കാത്തിടത്തോളം കാലം നിശ്ചലാവസ്ഥയിലുള്ള ഒരു വസ്തു, അതായത് റെസ്റ്റിലുള്ള ഒരു വസ്തു റെസ്റ്റിൽ തന്നെ തുടരുകയും എന്നാൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തു സ്ഥിരമായ വേഗതയിലും നേർരേഖയിലും ചലിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും എന്നാണ്. ഈ പ്രവണതയെയാണ് ഇനേർഷ്യ എന്ന് വിളിക്കുന്നത്. ഇത് കാരണത്താൽ ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ ലോ ഓഫ് ഇനേർഷ്യ എന്നും അറിയപ്പെടുന്നു. ഇപ്പോൾ ഇവിടെ ഈ ഒബ്ജക്റ്റ് റെസ്റ്റിലാണ് ഇരിക്കുന്നതെങ്കിൽ ന്യൂട്ടൻ പറയുന്നത് നമ്മൾ പുറമേ നിന്ന് ഒരു ബലം പ്രയോഗിക്കാതിരിക്കുന്നിടത്തോളം ഈ ഒബ്ജക്റ്റ് അതിന്റെ നിശ്ചലാവസ്ഥയിൽ തന്നെ, അതായത് ചലനം ഇല്ലാത്ത അവസ്ഥയിൽ തന്നെ തുടരുമെന്നാണ്. അതുപോലെ ഒരു വസ്തു ചലിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നതെങ്കിൽ ആ വസ്തുവിന്മേൽ പുറമേ നിന്ന് ഒരു ഫോഴ്സ് പ്രവർത്തിക്കാതിരിക്കുന്നിടത്തോളം കാലം ആ വസ്തു ഇതേ വേഗതയിലും ദിശയിലും ചലിച്ചുകൊണ്ടിരിക്കും. ഇവിടെ ന്യൂട്ടന്റെ ഫസ്റ്റ് ലോയിൽ പറയുന്ന ഈ അൺബാലൻസ്ഡ് ഫോഴ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് വെച്ചാൽ, ഒരു വസ്തുവിൽ പ്രയോഗിക്കുന്ന നെറ്റ് ഫോഴ്സ് 0-ന് തുല്യമാകാത്ത അവസ്ഥയാണിത്. വസ്തുവിൽ പ്രയോഗിക്കപ്പെടുന്ന ഫോഴ്സുകളുടെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും തുല്യമല്ലാതിരിക്കുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. ഇത്തരത്തിലുള്ള അൺബാലൻസ്ഡ് ഫോഴ്സ്, അതായത് സീറോ അല്ലാത്ത ഫോഴ്സ്, ഒരു നിശ്ചലമായ വസ്തുവിനെ ചലിപ്പിക്കാനോ ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുവിന്റെ വേഗത കൂട്ടാനോ കുറക്കാനോ അല്ലെങ്കിൽ അതിന്റെ ദിശ മാറ്റാനോ കാരണമാവുന്നു. ഒരു ബോക്സ് ഇവിടെ ഗ്രൗണ്ടിൽ റെസ്റ്റിലായി ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ ഒരു ബലം കൊടുക്കാതെ സീറോ എന്ന അതിന്റെ ഈ വെലോസിറ്റിയിൽ നമുക്ക് ഒരു ചേഞ്ച് കൊണ്ടുവരാൻ സാധിക്കില്ല. എന്നാൽ നമ്മൾ ഈ ബോക്സിന് ഒരു ഫോഴ്സ് കൊടുത്ത് അതിന്റെ വെലോസിറ്റി കൂട്ടുകയാണെങ്കിൽ ബോക്സിന് v എന്ന വെലോസിറ്റി ലഭിക്കും. ന്യൂട്ടന്റെ ലോ പ്രകാരം ഇപ്പോൾ ഈ ബോക്സ് ഒരു കോൺസ്റ്റന്റ് വെലോസിറ്റി ആയ v എന്ന വെലോസിറ്റിയിൽ ചലിച്ചുകൊണ്ടിരിക്കാനുള്ള പ്രവണത കാണിക്കും. ഏതുവരെ? ഈ ബോക്സിൽ പുറമേ നിന്ന് ഒരു ബലം പ്രയോഗിക്കപ്പെടാതിരിക്കുന്നത് വരെ. എന്നാൽ നമുക്കറിയാം കുറച്ചു കഴിഞ്ഞാൽ ഈ ബോക്സ് ഗ്രൗണ്ടിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ പോയി നിൽക്കും, അതായത് അതിന്റെ വെലോസിറ്റി സീറോ ആയിട്ട് മാറും. ന്യൂട്ടന്റെ നിയമപ്രകാരം ഇങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. അതായത് ഇവിടെ ബോക്സിൽ ഒരു എക്സ്റ്റേണൽ ഫോഴ്സും പ്രയോഗിക്കാതെ തന്നെ ബോക്സിന്റെ വേഗത വിയിൽ നിന്ന് സീറോ ആയി ചേഞ്ച് ചെയ്യുന്നു. ഇതുകൊണ്ട് ന്യൂട്ടന്റെ ലോ തെറ്റാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഇവിടെ ഒരു ഫോഴ്സിന്റെ സാന്നിധ്യം ഉള്ളത് കാരണം കൊണ്ട് തന്നെയാണ് ബോക്സ് റെസ്റ്റിലേക്ക് വന്നത്. ബോക്സിനും ഗ്രൗണ്ടിനും ഇടയിലായി ബോക്സിന്റെ ചലനത്തെ എതിർക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ഈ ഫോഴ്സിനെ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്നാണ് വിളിക്കുന്നത്. ഈ ഫ്രിക്ഷണൽ ഫോഴ്സിനെ എതിർക്കുന്ന രീതിയിൽ അതിന് സമാനമായ ബലം നമ്മൾ ബോക്സിന് കൊടുക്കുകയാണെങ്കിൽ ബോക്സിൽ പ്രയോഗിക്കപ്പെടുന്ന നെറ്റ് ഫോഴ്സ് സീറോ ആയതിനാൽ അതിന്റെ വേഗത കോൺസ്റ്റന്റ് ആയി അല്ലെങ്കിൽ സ്ഥിരമായി തന്നെ നിലനിർത്താൻ സാധിക്കും. എന്നാൽ ഒരു സ്മൂത്ത് സർഫസിലാണ്, അതായത് ഫ്രിക്ഷൻ ഇല്ലാത്ത സർഫസിലാണ് ബോക്സ് v എന്ന വെലോസിറ്റി ലഭിച്ച് സഞ്ചരിക്കുന്നതെങ്കിൽ പുറമേ നിന്ന് ഒരു ഫോഴ്സും ബോക്സിൽ പ്രയോഗിക്കപ്പെടാത്തതിനാൽ ബോക്സിന് അതിന്റെ v എന്ന വെലോസിറ്റി കോൺസ്റ്റന്റ് ആയി തന്നെ നിലനിർത്താൻ സാധിക്കും. എക്സ്റ്റേണൽ ഫോഴ്സിന് മാത്രമേ ബോക്സിന്റെ വെലോസിറ്റിയിൽ ഒരു ചേഞ്ച് കൊണ്ടുവരാൻ സാധിക്കൂ.